പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ വാരഫലം. നാം പുതിയ വർഷത്തെ, പുതിയ മാസത്തെ സ്വാഗതം ചെയ്യുകയാണ്. കൊല്ലവർഷം 1200 ചിങ്ങമാസം 1-ാം തീയതി മലയാളിക്ക് പുത്തൻ വർഷമാകുന്നു. ചിങ്ങമാസം 1-ാം തീയതിയുടെ യഥാർത്ഥ ആരംഭം വെള്ളിയാഴ്ച രാത്രി 7:45 സമയത്താണ്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് 1200 ചിങ്ങമാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വെള്ളിയാഴ്ച വരെയുള്ള, അതായത് 2024 ഓഗസ്റ്റ് 17-ാം തീയതി മുതൽ ഓഗസ്റ്റ് 23 വെള്ളിയാഴ്ച വരെയുള്ള ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു കർക്കിടകം, ചിങ്ങം, കന്നി രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ. ആദ്യമായി നാം ചർച്ച ചെയ്യുന്നു കർക്കിടകം രാശി. പുണർന്നം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം, ആയില്യം നക്ഷത്രങ്ങൾ അടങ്ങുന്ന 2.25 നക്ഷത്ര കൂട്ടമാകുന്നു. ഇവിടെ കർക്കിടകൻ രാശിയിൽ ഇന്ന് രാശിയിൽ ഗ്രഹങ്ങളുമൊന്നുമില്ല. 2-ാം ഭാവത്തിൽ ബുധൻ, ശുക്രൻ, രവി മാന്തിയോടുകൂടെ, 3-ാം ഭാവത്തിൽ കേതു, 6-ാം ഭാവത്തിൽ ചന്ദ്രൻ, അഷ്ടമത്തിൽ ശനി, 9-ാം ഭാവത്തിൽ രാഹു, 11-ാം ഭാവത്തിൽ ചൊവ്വ, വ്യാഴം. ഇപ്രകാരമാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് പ്രായണ ലഗ്നാധിപനായ ചന്ദ്രൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. 6-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അമ്മയെ ശുശ്രൂഷിക്കേണ്ടുന്ന യോഗം വളരെ കുറയുന്നു. യാത്രയിൽ അമ്മയെ ശ്രദ്ധിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതിനാൽ കർക്കിടക രാശിക്കാർ വളരെ ശ്രദ്ധിക്കണം. മാതൃവിധേയത്വം, അമ്മയോടുള്ള ആ ചഞ്ചലമായ ഭക്തിയും കൂറും ഈ വാരം കാണിക്കണം. വിളിക്കുകയെങ്കിലും ചെയ്യുക മാതാവിനെ. അമ്മയുടെ മനസ്സിന് അസന്തുഷ്ടത വരാൻ പാടില്ല. ശത്രുക്കൾ ധാരാളം ഉണ്ടാകുന്ന വാരമാകുന്നു. രിപോജായതേ വിഗ്രഹേണാഭി രാജ. ശത്രുവിനെ നാം ജയിക്കും, വീണ്ടും ശത്രു വരും, വീണ്ടും ശത്രുവിനെ ജയിക്കേണ്ടുന്ന വാരമാകുന്നു. അതിനാൽ ശത്രുദോഷ പരിഹാരം നിർബന്ധമായും ചെയ്തേ മതിയാവുകയുള്ളൂ. നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംബായസം ചെയ്യുക. നാളികേരം കൊണ്ട് കർമ്മമുട്ടും ചെയ്യുക. ഇവിടെ കർമ്മമേഖലയിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കർമാധിപനായ ചൊവ്വ ഭാഗ്യാധിപനായ വ്യാഴത്തോടുകൂടെ ഒരു രാശിയിൽ 11-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതൊരു നല്ല അധ്യക്ഷ യോഗമാണ്. കർമ്മമേഖലയിൽ വലിയ അശാന്തത ഇവിടെ കാണാനില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, 2-ാം ഭാവത്തിൽ സൂര്യനും ബുധനും ശുക്രനുമുണ്ട്. അപ്പോൾ വാക്കുകൊണ്ട് സംസാരിക്കുന്നവർക്ക് വളരെയധികം ഗുണങ്ങൾ ഈ വാരത്ത് പ്രദാനം ചെയ്യും. പ്രത്യേകിച്ച് ആത്മീയ ആചാര്യന്മാർ. കർക്കിടകൻ രാശി വിദേശ രാശിയാണ്. ട്രാവലിങ്ങിന് വളരെ അനുകൂലമായ രാശിയാകുന്നു. അതിനാൽ ആത്മീയ ആചാര്യന്മാർക്ക്, പ്രചാരകർക്ക്, മതപ്രഭാഷകർക്ക് ഈ വാരം വളരെ നല്ലതാണ്. 2-ലെ ബുധൻ നല്ല നന്മയെ പ്രദാനം ചെയ്യുന്നു. ധനേ ബുദ്ധിമാൻ ബോധനേ ബാഹുദേശ സഭാസംഗതോ ഭാസതേ വ്യാസ ഏവ. സദസ്സിൽ വ്യാസനെ പോലെ ശോഭിക്കുന്നു. അതിഭോഗത്തെ ഉളവാക്കുന്നു. ധാരാളം പെൺകുട്ടികൾ തനിക്ക് ചുറ്റിലുമായി വരുന്നു. സ്ത്രീ സംസർഗം ഈ വാരത്ത് വളരെ കൂടുതലാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ആളുകളെ വശീകരിച്ച് വലയിലേക്ക് വീഴ്ത്താൻ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ. സുവാക്യ, മുഖം ചാരുഭാഷ മനീഷാഭിചാർവി. ചാരു മനോഹരമായി സംസാരിക്കുന്ന മുഖത്തെ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കും. അതിനാൽ LIC ഏജൻസ്, കൺസൾട്ടൻസ്, ദേ ക്യാൻ ഡു വണ്ടേഴ്സ് ഇൻ ദിസ് വീക്ക്. കാശുണ്ടാക്കാം, ശ്രമിക്കുക. കർക്കിടകം പലപ്പോഴും ലൈഫിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്ന രാശിയാണ്. പക്ഷേ ഇവിടെ പ്രായണ ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ ബലവാനായി കയറിക്കൊണ്ടിരിക്കുകയാണ്. അഷ്ടമത്തിലെ ശനിയാണെങ്കിലും ആ ശനിക്ക് വക്രിയുണ്ട്. 11-ാം ഭാവത്തിൽ വ്യാഴവും ചൊവ്വയും നിൽക്കുന്നു. ഇതൊക്കെ വളരെ നല്ല ഒരു പോയിൻറ്റ്സാണ് ഇവർക്ക്. ഭാര്യാസുഖം പ്രായണ കുറച്ച് കുറയുന്നതാണ്. ഭാര്യാപതിയാഗ്രഹം കർക്കിടകൻ രാശിക്കാർക്ക് ബാധയിൽ നിൽക്കുന്നു. കുംഭസ്യ കർക്കി, കുംഭത്തിന് കർക്കിടകം ബാധയാകുന്നു. അത് അഷ്ടമത്തിൽ നിൽക്കുന്നു. എങ്കിലും അതിനൊരു ബലമുണ്ട്. അതിന്ന് വക്രിയാണ്. സന്താനപതിയായ ചൊവ്വ സന്താനകാരകനായ വ്യാഴത്തോടുകൂടി നിന്ന് സന്താന ഭാവത്തിലേക്ക് നോക്കുന്നു. അതിനാൽ മക്കളുണ്ടാകാം. പ്രായമുള്ളവർക്ക് മക്കളുടെ മക്കളെ ലഭിക്കാം. അതിൽ സന്തോഷിക്കാം. അതിനൊക്കെ കർക്കിടക രാശി വളരെ അനുകൂലമാണ്. ഉയർച്ചയും താഴ്ചയുമുള്ള രാശിയാകുന്നു കർക്കിടകൻ രാശി. ആ രാശിക്ക് അതേ ഫലം തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്ഷയധനേഹി സംയുജ്യത ചന്ദ്രവത്. ആകാശത്തിൽ ചന്ദ്രനെ പോലെ ഉയർച്ചയും അഭിവൃദ്ധിയും താഴ്ചയും ഇവർ അനുഭവിക്കുന്നെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാലും വാക്കിലൂടെ നല്ല സാമ്പത്തികമായ ബെനിഫിറ്റ്സ് ലഭിക്കുവാൻ ഈ വാരം വളരെ പര്യാപ്തമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അന്യ മതസ്ഥരിലൂടെ ചില യാത്രാ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നു ഈ വാരത്ത്. നിങ്ങളുടെ ഏറ്റവും ശുഭദിനങ്ങൾ
ഡോക്ടർ മാരാർജി നിത്യവും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിനാൽ ശുഭദിനങ്ങൾ നിങ്ങളുടെ നാളെയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിത്യവും നിങ്ങൾക്ക് അനുകൂലമായി ഓരോ വിഷയവും ഓരോ ദിവസത്തെയും ശുഭാശുഭ ഫലങ്ങൾ നാം സ്പർശിക്കുന്നുണ്ട്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങം രാശിക്കാരെ പറ്റിയാണ്. മകംപുരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയാകുന്നു ചിങ്ങൻ രാശി. ഇന്ന് ചിങ്ങൻ രാശിയിൽ രവി, ബുധൻ, ശുക്രൻ 3 ഗ്രഹങ്ങൾ ശക്തമായി തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നു. അവിടെ മാന്തിയുമുണ്ട്. 2ാം ഭാവത്തിൽ കേതു, 5ാം ഭാവത്തിൽ ചന്ദ്രൻ, 7ാം ഭാവത്തിൽ ശനി, അഷ്ടമത്തിൽ രാഹു, 10ാം ഭാവത്തിൽ ചൊവ്വ, വ്യാഴം. നല്ലൊരു ഗ്രഹസ്ഥിതിയാണ് ചിങ്ങൻ രാശിക്കാർക്ക്. ലഗ്നാധിപനായ സൂര്യൻ 45 ഡിഗ്രി ബലത്തോടുകൂടി നിൽക്കുന്നു തൻ്റെ രാശിയിൽ. വളരെയധികം ഗുണം ചെയ്യും ഈ സൂര്യൻ ചിങ്ങൻ രാശിക്കാർക്ക്. അതിന് കൂടെ സൂര്യന് ഭാഗത്തിലുമായി 2 ശുഭഗ്രഹങ്ങൾ. അതൊരു നല്ല യോഗമാണ്. ബുധന് ചെറിയൊരു മൗഢ്യമുണ്ടെങ്കിലും ഈ ഗ്രഹയോഗം വളരെ നല്ലതാണ്. സാധാരണ സൂര്യനും ബുധനും ശുക്രനും തമ്മിലുള്ള ത്രിഗ്രഹയോഗം അത്ര ശുഭമല്ല. അതിതപ്തോ വാചാടോ ഭ്രമണരുചിഹി പ്രോഷിതോ ഗുരുവിഹി. അങ്ങേയറ്റം ദുഃഖമുണ്ടാക്കുന്ന അവസ്ഥ സംജാതമാകുക. വാചാട അനാവശ്യമായി സംസാരിച്ചു പോവുക. ഭ്രമണരുചിഹി പരിഭ്രമണശീലം ഇഷ്ടപ്പെടുക. ഗുരുക്കന്മാരുമായി വിട്ടു നിൽക്കുക. ഇങ്ങനെയുള്ളൊരു ഫലമൊക്കെ ആ രാശിയിലുണ്ടെങ്കിലും ഇന്നത്തെ രാശിയിൽ സൂര്യൻ ബലവാനാകിയാൽ വളരെ വലിയ പ്രസക്തി ആ ത്രിഗ്രഹ യോഗത്തിന് നാം പറയേണ്ടതില്ല. ഇവിടെ കർമ്മപതിയായ ഗ്രഹം ലഗ്നത്തിലുണ്ട്. തൻ്റെ കർമ്മത്തിൽ ഡെഡിക്കേഷനായി കർമ്മമേഖലയിൽ ഊർജ്ജസ്വലനായി പ്രവർത്തിക്കുവാനുള്ള സമയം സംജാതമാകുന്നു. പലപ്പോഴും തൻ്റെ കോംപ്രമൈസ് ഇല്ലാത്ത നിലപാടുകൾ സഹപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. തീഷ്ണഹ എന്നൊരു ഫലമാണ് ചിങ്ങൻ രാശിയുടെ ഫലം തന്നെ. തീഷ്ണ സ്ഥൂലഹനു വിശാലവദന പിങ്കേക്ഷണ അല്പാത്മജ അല്പസന്താനങ്ങൾ. സ്ത്രീദ്വേഷി, സ്ത്രീകളെ ദ്വേഷിക്കുന്ന രാശിയാണ് ചിങ്ങൻ രാശി. അവിടെ സൂര്യൻ വന്നാൽ സ്ത്രീകളോട് ദ്വേഷിക്കും. പുതിയ പ്രണയനാമ്പുകൾ രൂപപ്പെടുന്ന സമയമാണ്. ഇതുവരെയുള്ള പ്രണയം പറയാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾക്ക് ചിങ്ങമാസം ഇപ്പോൾ തൽക്കാലം അതിനനുകൂലമായ സമയമാണ്. ധൈര്യം, അജസ്രം, ഉദ്യമരതിഹി, അങ്ങേയറ്റം ഉത്സാഹിക്കുക എല്ലാ കാര്യത്തിലും. കർമ്മസ്ഥാനത്ത് ചൊവ്വയും വ്യാഴവും വളരെ അനുകൂലമാണ്. പുതിയ പദ്ധതികൾ നിർമ്മിക്കാനൊക്കെ വളരെ അനുകൂലമാണ്. ഇപ്പോൾ പലർക്കും ധർമ്മദൈവ സങ്കേതങ്ങൾക്ക് കുറ്റി അടിക്കുവാനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും ശിലാസ്ഥാപനത്തിനുമൊക്കെ നല്ലതാണ്. 10ൽ ചൊവ്വയും വ്യാഴവും അങ്ങനെ ഒരു മഹത്തായ യോഗത്തെ പ്രദാനം ചെയ്യുന്നുണ്ട്. അധ്യക്ഷ യോഗമാണത്. ശാരീരികമായി വയറിനെ വളരെ ശ്രദ്ധിക്കുക. ഉദരസംബന്ധമായ രോഗങ്ങളുടെ സമയമാണ്. അഷ്ടമത്തിൽ രാഹുവാണ്. വളരെയധികം ശ്രദ്ധിക്കണം. പൈൽസ് രോഗികൾ ശ്രദ്ധിക്കണം. നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ള രോഗികളും വളരെയധികം ജാഗ്രത ആരോഗ്യ വിഷയത്തിൽ പാലിക്കുക. 7ാം ഭാവത്തിൽ ദാമ്പത്യം ചിന്തിക്കേണ്ട ഗ്രഹം ശനി വളരെ നന്മയോടുകൂടി തൻ്റെ ക്ഷേത്രത്തിൽ ബലവാനായി നിൽക്കുന്നു. ആ ശനി വക്രിയും കൂടെയാണ്. അതിനാൽ വളരെയധികം ഗുണങ്ങൾ വരും. 5ാം ഭാവത്തിലെ ചന്ദ്രൻ വളരെയധികം മക്കൾക്ക് സന്താന സൗഭാഗ്യങ്ങൾക്ക് ചിന്തിക്കാൻ ഏറ്റവും നല്ല സമയമാണ്. സന്താനമില്ലാത്ത ദമ്പതികൾ ഡോക്ടറെ നിർബന്ധമായും കാണിക്കണം. നല്ലൊരു ജ്യോതിഷിയെ കാണിച്ച് പ്രശ്നം വെപ്പിച്ച് എന്താണ് പ്രയാസങ്ങളെന്ന് മനസ്സിലാക്കേണ്ട സമയമാകുന്നു. അതിന് അത്യുത്സാഹം നടത്തുക. യഥാ പഞ്ചമേയസ്യ നക്ഷത്രനാഥോ ദദാതിഹ സന്താന സന്തോഷം. സന്താനങ്ങളുടെ സന്തോഷമുണ്ടാകും. മതിം നിർമ്മലാം, തനിക്ക് പഠിക്കുവാൻ വളരെയധികം അവസരമുണ്ടാക്കുന്നു. നിർമ്മലമായ ബുദ്ധിയെ ഉപയോഗിക്കുന്നു. രത്നലാപഞ്ച ഭൂമിയെ ചിന്തിക്കാം. തനിക്ക് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങളുടെ സമയമാണ്. പലിശ മുതലായ ധനകാര്യ ഇടപാടുകൾ നടത്തി കാശുണ്ടാക്കാം. കുസീതം പലിശയിലൂടെ ഗുണമുണ്ടാകുമെന്നാണ്. അതിനാൽ ധനപരമായ ഇടപാടുകൾക്ക് ഈ ഒരു വാരം വളരെ അനുകൂലമാണ് ചിങ്ങം രാശിക്കാർക്ക്. നിങ്ങൾക്ക് ഉത്തമമായ ദിനം ഡോക്ടർ മാരാർജിയിൽ നിത്യവും നിങ്ങൾക്ക് കാണാവുന്നതാണ്. എല്ലാ ദിവസവും വൈകിട്ട് 4:05 നിങ്ങളുടെ നാളെയുണ്ട്. നാളത്തെ ഏറ്റവും വേണ്ടപ്പെട്ട വിഷയങ്ങളും വിവരങ്ങളുമൊക്കെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് നിത്യവും ലഭിക്കുന്നതാണ്. നാളത്തെ പ്രധാനപ്പെട്ട പരിഹാരം രാഹുകേതു പൂജ തന്നെയാണ്. നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചന ചെയ്ത് ഈ ദോഷ സമയത്തെ നിങ്ങൾ നന്നാക്കിയെടുക്കുക. ആവതി കിം കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ. ആപത്ത് വരുമ്പോൾ അമ്മയുടെ ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുമെന്നാണ് നമുക്ക് നമ്മുടെ ഋഷിമാർ ഉപദേശിച്ചു തന്ന ലോകതത്വം. അതിനെ ഫോളോ ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട ചിങ്ങൻ രാശിക്കാർക്കും ശോഭനമായൊരു ഭാവിയെ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു കന്നിരാശി. കന്നിരാശി എന്നാൽ നിങ്ങൾക്കിന്ന് അറിയാം. ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന
രാശിയാകുന്നു കന്നിരാശി. ഇവിടെ ഇന്ന് കന്നിരാശിക്കാർക്ക് രാശിയിൽ കേതു, 4-ാം ഭാവത്തിൽ ചന്ദ്രൻ, 6-ാം ഭാവത്തിൽ ശനി, 7-ാം ഭാവത്തിൽ രാഹു, 9-ാം ഭാവത്തിൽ ചൊവ്വ, വ്യാഴം, 12-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, ശുക്രൻ, മാന്തി. ഇവിടെ നാം മനസ്സിലാക്കുക, ലഗ്നാധിപനായ ബുധൻ മറഞ്ഞു നിൽക്കുന്ന രാശിയാണ് കന്നിരാശിക്കാർക്ക്. അവിടെ ഭാഗ്യാധിപനായ ശുക്രനും വൈകല്യവാനായ സൂര്യനും 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതത്ര നല്ലൊരു യോഗമല്ല. പലപ്പോഴും ദുഃഖം അനുഭവിക്കേണ്ടുന്ന ഒരു വാരമായിരിക്കും കന്നിരാശിക്കാർക്ക്. അവിടെ ത്രിഗ്രഹ യോഗത്തിന് പ്രസക്തിയുണ്ട്. അതിതപ്തോ വാചാടോ ഭ്രമണരുചി പ്രോഷിതോ ഗുരുഭിഹി സ്ത്രീഭിഹി പരിഭവം. സ്ത്രീകളാൽ പരിഭവം ഉണ്ടാകുക, തൻ്റെ പ്രധാനപ്പെട്ട ഭാഗ്യം, ധനം, ഇതൊക്കെ സ്ത്രീകൾ കാരണം കവർന്നെടുക്കുക, അപഹരിക്കപ്പെടുക എന്നൊരു വാരഫലം ഇവിടെയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കണം. അപഖ്യാതികൾ സ്ത്രീ വിഷയത്തിലേക്ക് വരുന്ന വാരമാകുന്നു. അതേ രീതിയിൽ ജോലിസ്ഥലത്തും രേഖാപരമായ ബുദ്ധിമുട്ടുകൾ, അനാവശ്യമായി അശ്രദ്ധയോടുകൂടി നാം ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അത് തനിക്ക് തിരിച്ച് ബുദ്ധിമുട്ടുകളുണ്ടാകും. ചില കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. രാജകോപത്തിൻ്റെ സമയമാണ്. സൂര്യൻ 12-ൽ വരുമ്പോൾ പലപ്പോഴും നൃപശിവ പിതൃകോപ, നൃപൻ്റെ കോപം, രാജാവിൻ്റെ കോപം, പ്രത്യേകിച്ച് ആധാരം, ഡോക്യുമെൻറ്റ്സ്, ഇതുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. രേഖ നഷ്ടപ്പെടുന്ന സമയമാകുന്നു. പത്രത്തിൽ നാം പരസ്യം കൊടുക്കേണ്ട സമയമാണ്. ഇന്ന നമ്പറിൽ പാസ്പോർട്ട് ഇതാ നഷ്ടപ്പെട്ടു, കിട്ടുന്നവർ ദയവ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. ഈ രീതിയിലുള്ള പരസ്യങ്ങൾ നാം കൊടുക്കേണ്ടി വരും. അതിനാൽ ഓർമ്മശക്തിയെ നിതാന്ത ജാഗ്രതയോടുകൂടി കണക്കാക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടം സംഭവിക്കും. ആർക്കും കാശ് കൊടുത്താൽ തിരിച്ചു കിട്ടാത്ത ഭാരമാണ്. ധനാധിപൻ 12-ലാണ്. തൻ്റെ കാശ് പോലും അനാവശ്യമായി TV അടിച്ചു പോകുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ നഷ്ടപ്പെടുക, അതിന് കേടുപാടുകൾ വരിക, അങ്ങനെ കാശ് ധാരാളം തൻ്റെ കീശയിൽ നിന്നും നഷ്ടപ്പെടുന്ന വാരമാണ്. കാശ് കൊടുത്ത സൗഹൃദങ്ങൾ വേണ്ട. പരഹസ്തഗതം ധനം എന്നാണ്. അന്യൻ്റെ കൈമേൽ കാശ് കൊടുത്താൽ അത് തിരിച്ചു വരില്ല. ഈ വാരം കന്നിരാശിക്കാർക്ക് പ്രത്യേകിച്ച് ഈ വാരത്തിനെ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്ത് വന്നാലും ചിങ്ങമാസം 1-ാം തീയതി ധർമ്മദൈവ സങ്കേതത്തിൽ നിങ്ങൾ പോയേ മതിയാവുകയുള്ളൂ. അവിടെ ധർമ്മദൈവ പ്രീതി ചെയ്യുക. ധർമ്മദൈവങ്ങൾക്ക് വിളക്കിലേക്ക് എണ്ണ, തിരി, അവിടെ എന്താണ് പ്രധാനപ്പെട്ട വഴിപാടുകളെന്ന് മനസ്സിലാക്കി നിങ്ങൾ കാര്യങ്ങൾ നീക്കുക. പലപ്പോഴും പല തറവാടുകളിലും വടക്കൻ മലബാറുകളിൽ ശാക്തേയമൂർത്തി ദേവതാബന്ധം കാണാം. ശാക്തേയമൂർത്തിയും ഗുളികനും. അപ്പോൾ ഇവിടെ ഗുളികന് പരിഹാരങ്ങൾ കാണണം. ശാക്തേയമൂർത്തിക്ക് ശക്തിപൂജ ചെയ്ത് ഈ വാരത്തിനെ നിങ്ങൾ ധന്യമാക്കണം. നമുക്ക് മുന്നിലുള്ള പ്രതിബന്ധങ്ങളെ തച്ചുടയ്ക്കണം. നിങ്ങൾ 9-ാം ഭാവത്തിലേക്ക് വ്യാഴവും ചൊവ്വയും നല്ലതാണ്. വൈവാഹിക ജീവിതത്തിൽ വലിയ ക്ലേശങ്ങൾ വരില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം. പലപ്പോഴും മാനസികമായ സംഘർഷങ്ങൾ വരുമ്പോൾ നമുക്ക് ഡിപ്രഷൻ മൂഡ് വരും. കാരണം ലഗ്നത്തിലെ കേതു അങ്ങനെയാണ്. തനുസ്തശിഖി ബാന്ധവൈ ക്ലേശകർത്ത. ലഗ്നത്തിൽ കേതു വരുമ്പോൾ ബന്ധുക്കളാൽ അല്ലെങ്കിൽ ബന്ധുക്കളെ കൊണ്ട് ക്ലേശങ്ങൾ ഉണ്ടാകുന്നു. ദുർജനങ്ങളാൽ തനിക്ക് ഭയമുണ്ടാകും, വ്യാകുലത ഉണ്ടാകും. അതിനാലാണ് സൂചിപ്പിച്ചത്, സ്ത്രീ വിഷയമായാലും പുരുഷ വിഷയമായാലും ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും ഈ വാരം നിങ്ങൾ വഴങ്ങരുത്. വഴങ്ങിയാൽ പല രീതിയിലുള്ള പേരുദോഷങ്ങളും അപഖ്യാതികളും നിങ്ങൾക്ക് നേരിടേണ്ടി വരും. സന്താനങ്ങളെ കൊണ്ട് പ്രായണ സന്തോഷമുണ്ടാകും. ഇവിടെ സന്താനപതിയായ ശനി 6-ാം ഭാവത്തിൽ ബലവാനാണ്. അതിനാൽ സന്താനങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ നമുക്ക് സൗഭാഗ്യങ്ങൾ വരും. ലാഭാധിപനായ ചന്ദ്രനാണ് 4-ൽ നിൽക്കുന്നത്. യഥാ ബന്ധുകോ ബാന്ധവേർ അത്രിജന്മ നൃപദ്വാര സർവാധികാരി സദൈവ. ഇവിടെ അധികാരിയാകുമെന്നാണ് പറഞ്ഞത്. കർമാധിപനായ ബുധൻ 12-ൽ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരും. 4-ലെ ചന്ദ്രൻ ഉള്ള കർമ്മത്തിനെ പിടിച്ച് നിൽക്കാൻ സഹായിക്കുന്നൊരവസ്ഥ സംജാതമാകും. വെളുത്ത പക്ഷത്തിൽ ബലവാനായ ചന്ദ്രനാകുന്നു ഇവിടെയുള്ളത്. മതിം നിർമ്മലാം രത്നലാപഞ്ച ഭൂമി വാങ്ങാൻ അനുകൂലമാണ്. ഭൂമി വിഷയത്തിലൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ അവിടെയും രേഖയെ ശ്രദ്ധിക്കണം. വലിയൊരു കാശ് ഡെപ്പോസിറ്റ് കൊടുത്ത് പിന്നെ ചതിയിൽപ്പെടാൻ പാടില്ല. വളരെ ജാഗ്രത പാലിക്കുക. പ്രശ്നപരിഹാരമായി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന ചെയ്യുക. ദാമ്പത്യ ശ്രേയസ്സിനായി ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഐക്യമത്യ അർച്ചന ചെയ്യുക. ദമ്പതികൾ പരസ്പരം ഇതൊക്കെ ചെയ്ത് ഈ ഒരു വാരത്തെ നിങ്ങൾ സമൃദ്ധമാക്കുക, ധന്യമാക്കുക. പ്രത്യേകിച്ച് പറയാനുള്ളത്,
നിങ്ങളുടെ നാളെ എന്ന നമ്മുടെ ജ്യോതിഷ ചർച്ചയിൽ എല്ലാ ഗ്രഹങ്ങളും ഓരോ ദിവസത്തെ വിഷയത്തിലേക്ക് ഞാൻ സ്പഷ്ടമായി സ്പർശിച്ചിട്ടുണ്ട്. ഏതായാലും ഇതാ പ്രിയപ്പെട്ട കർക്കിടകം, ചിങ്ങം, കന്നി രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്തു. അതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം കന്നി രാശിക്കാർ കുറച്ചുകൂടി ജാഗ്രത പാലിക്കുക. നന്ദി, നമസ്കാരം.